മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും കിരാതമായ, ഏറ്റവും വേദനാജനകമായ 3 നൂറ്റാണ്ട്, മൂന്നല്ല 4 നൂറ്റാണ്ട്, 400 വർഷമാണ് നമ്മൾ ആഫ്രിക്കക്കാരെ അടിമകളാക്കി ചങ്ങലയിലിട്ട് കൊണ്ടു നടന്നത്. ലോകത്തെ പുതിയ രാജ്യങ്ങൾ കണ്ടെടുക്കാനായി യൂറോപ്പ് കപ്പലിൽ കയറി ലോകം ചുറ്റിയത് നമ്മൾ വിചാരിക്കുന്ന പോലെ പുതിയ പുതിയ രാജ്യങ്ങൾ കണ്ടെത്താനും ഭൂപടം വികസിപ്പിക്കാനും ആയിരുന്നില്ല. അവരുടെ കച്ചവട താല്പര്യം മാത്രമായിരുന്നു. അങ്ങനെ വന്ന് ആൾതാമസമില്ലാത്ത കേബോ വെർദെ പോർച്ചുഗീസുകാർ കണ്ടെത്തുന്നു. ആ കേബോ വെർദയിലേക്ക് പിന്നീട് ആഫ്രിക്കയിൽ നിന്ന് മനുഷ്യരെ നായാട്ട് നടത്തി വേട്ടയാടി ചങ്ങലക്കിട്ട് കൊണ്ടുവന്ന് അടിമകളാക്കി കേബോ വെർദയിൽ താമസിപ്പിച്ചു. അടിമ കച്ചവടത്തിന്റെ മൊത്ത വ്യാപാര കേന്ദ്രമാക്കി അവരത് മാറ്റി. അവിടെ വെച്ചായിരുന്നു അറ്റ്ലാന്റിക്കിലൂടെ പോർച്ചുഗീസ് കോളനികളായ ബ്രസീലിലേക്കും മറ്റ് യൂറോപ്യൻ കോളനികളായ തെക്കൻ അമേരിക്കയിലേക്കും വടക്കൻ അമേരിക്കയിലേക്കും ഒക്കെ അടിമകളെ കൊണ്ടുപോയത്. ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ്, അറ്റ്ലാന്റിക്കിന് കുറുകെയുള്ള അടിമ കച്ചവടം എന്ന് ലോകം പറയുന്ന ഏറ്റവും കിരാതമായ ആ ഒരു കാലഘട്ടം 300 വർഷം 400 വർഷം നീണ്ടു നിന്നു. മനുഷ്യ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംഭവമായിരുന്നു അത്. കേബോ വെർദയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെയുള്ളത് ആഫ്രിക്കയിൽ നിന്ന് ചങ്ങലക്കിട്ട് കൊണ്ടുവന്ന് പാർപ്പിച്ച അടിമകളും അവരെ കച്ചവടം ചെയ്യുന്ന പോർച്ചുഗീസുകാരും മാത്രമായിരുന്നു. അവസാനം അടിമകാലം കഴിഞ്ഞ് അടിമകളിൽ ബാക്കിയായി അവശേഷിച്ച മനുഷ്യരാണ് ഇന്ന് കേബോ വെർദെ എന്ന ടീമുമായി വന്ന് കൊളോണിയൽ രാജ്യങ്ങളിലെ പന്ത് കളി ടീമുകളുമായി പുൽമൈതാനിയിൽ കളിക്കുന്നത്, അവർ വിറപ്പിച്ചു നിർത്തുന്നത്. ചരിത്രത്തിന്റെ ഒരു തിരിച്ചുവരവാണ്. കോളനി രാജ്യങ്ങൾ ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും കരുത്ത് കുറഞ്ഞ ഗോത്രങ്ങളെ കൂട്ടുപിടിച്ച് പുലർച്ചെ ഗ്രാമങ്ങളിലേക്ക് കടന്നു കയറും. അവിടെയുള്ള കരുത്തരായ മനുഷ്യരെയും കുട്ടികളെയും പെണ്ണുങ്ങളെയും ഒക്കെ ചങ്ങലക്കിട്ട് ബന്ധിച്ചിട്ട് കിലോമീറ്ററുകളോളം ദൂരെ നടത്തിക്കൊണ്ടുപോകും. അന്ന് അവർക്ക് അതിന് സുഗമമായ വഴിയൊരുക്കിയത് ഗോത്ര വിദ്വേഷങ്ങളായിരുന്നു. ഇത് വളരെ വളരെ മുമ്പ് കാലത്ത് നടന്നൊരു കാര്യമൊന്നുമല്ല. ഇത് പ്രത്യേകിച്ച് 2026 അതിനൊരു പ്രത്യേകതയുണ്ട്. 2026 മാർച്ച് 25 യുണൈറ്റഡ് നേഷൻസിൽ മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും കിരാതമായ സംഭവം, ദുഃഖകരമായ സംഭവമാണ് ഈ ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് എന്നത് UN ഒരു പ്രമേയം കൊണ്ടുവന്നു. 2026 മാർച്ച് 25 123 രാജ്യങ്ങൾ അതിന് പിന്തുണച്ചു. കൊളോണിയൽ രാജ്യങ്ങളായ യൂറോപ്പുകാർ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നു. 3 രാജ്യങ്ങൾ ഇതിനെതിരെ വോട്ട് ചെയ്തു. 2026 മാർച്ച് 25 ഒന്ന്, ഈ അടിമകാലത്ത് ജനിച്ചിട്ട് പോലുമില്ലാത്ത ഇസ്രായേൽ, അടിമകളെ കൊണ്ട് ഏറ്റവും ഒരു രാജ്യം തന്നെ സൃഷ്ടിച്ചെടുത്ത അമേരിക്ക, അമേരിക്കക്കൊപ്പം നിൽക്കുന്ന അർജന്റീന, ഈ 3 രാജ്യങ്ങളാണ് അതിനെ എതിർത്ത് വോട്ട് ചെയ്തത്. ലോകം ഇപ്പോഴും എവിടെ നിൽക്കുന്നു എന്നതാണ് നമ്മൾ അറിയേണ്ട കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ പങ്കുവെക്കുന്നത്, ബെൽജിയത്തിന്റെ കളിക്കാരൻ ലുക്കാക്കു, അറിയാത്തവരാരും ഉണ്ടാവില്ല. ലുക്കാക്കു ബെൽജിയത്തിന് കളിക്കുമ്പോൾ, ആ കളി കാണുമ്പോൾ ആർക്കെങ്കിലും ബെൽജിയവും കോങ്കോ, ലുക്കാക്കു കോങ്കോ വംശജനാണ്. ലുക്കാക്കുവിന്റെ പിതാവ് മാതാവും 1990 കോങ്കോയിൽ നിന്ന് ബെൽജിയത്തിലേക്ക് കുടിയേറി പാർത്തതാണ്. 1960 മുമ്പ് കോങ്കോ ബെൽജിയത്തിന്റെ കോളനിയായിരുന്നു. ബെൽജിയത്തിന്റെ കോങ്കോ ഭരണത്തിൽ ആ രാജ്യത്തിന്റെ ജനസംഖ്യ നേർപകുതിയായി മാറി. ഏതാണ്ട് 15 മില്യണോളം മനുഷ്യന്മാരെ കൊന്നൊടുക്കിയ രാജ്യം. അവസാനം 1960 അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. 61 ആ രാജ്യത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റിനെ ബെൽജിയം പട്ടാളം വെടിവെച്ച് കൊന്ന് ശരീരം കഷ്ണങ്ങളായി മുറിച്ച് സൾഫ്യൂരിക് ആസിഡ് ലയിപ്പിച്ച് കളഞ്ഞു. അതിനുശേഷം അയാളുടെ സ്വർണം കിട്ടിയ ഒരു പല്ലുണ്ടായിരുന്നു. ആ പല്ല് അവരെ ട്രോഫി പോലെ മാലയാക്കി ബെൽജിയത്തിലേക്ക് കൊണ്ടുപോയത് 1961 ഞാൻ ജനിക്കുന്നതിന് 1 വർഷം മുമ്പ്. നീണ്ട സമരത്തിന് ശേഷം
ആ സ്വർണ്ണപ്പല്ല് 2022 കോങ്കോയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത്. 2026 മാർച്ചിലാണ് ബെൽജിയത്തിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു കേസ് ഫയൽ ചെയ്യുന്നതും ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള വിചാരണകളിലേക്ക് കടക്കുന്നത്. ലോകം മാറാൻ എത്ര സമയം? പാട്രിക്കിനെ കൊല്ലാനുണ്ടായിരുന്ന ഒരേ ഒരു കാരണം, അയാൾ ആ സ്വാതന്ത്ര്യത്തിന് ശേഷം പറഞ്ഞു, ആഫ്രിക്കയിലെ ഗോത്ര വിദ്വേഷങ്ങൾ മാറ്റിവെക്കണം. ആ ഗോത്ര വിദ്വേഷത്തിലൂടെയാണ് കൊളോണിയൽ അധിനിവേശ ശക്തികൾ നമ്മളിലേക്ക് കടക്കുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, ആഫ്രിക്കയുടെ മൊത്തം ധാതു ഖനികളൊക്കെയും ആഫ്രിക്കക്കാർക്ക് മാത്രമുള്ളതാണ് എന്ന ഈ രണ്ട് വാദത്തിന് അദ്ദേഹത്തെ ബെൽജിയം കൊന്നത്. അതിന് അമേരിക്കയുടെ സഹായം ഉണ്ടായിരുന്നു എന്ന് ഈ അടുത്ത് വന്ന ഒരു കുറിപ്പിൽ കാണും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 4 നൂറ്റാണ്ട് കാലം യൂറോപ്യൻ കൊളോണിയൽ രാജ്യങ്ങൾ അടിമകളാക്കി വെച്ച മനുഷ്യന്മാരാണ് ഇന്ന് ആ രാജ്യങ്ങൾക്ക് വേണ്ടി പുൽമൈതാനിയിൽ ഇറങ്ങുമ്പോൾ അവരുടെ നാട്ടുകാരും പ്രസിഡന്റും ഒക്കെ വന്ന് കൈയടിക്കുന്നത്. ഓരോ കളിയിലും ഓരോ ടീമിലും ആഫ്രിക്കൻ വംശജരും യൂറോ സങ്കര മനുഷ്യന്മാരും ഒന്നിച്ച് മനുഷ്യരായി നിന്ന് കളിക്കുമ്പോൾ ആ കളി കാണുമ്പോൾ നമ്മളിൽ ഈ ഒരു കാര്യം, ഈ ഒരു ചിന്ത മനസ്സിലുണ്ടായിരിക്കണം.